ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മഞ്ജുള ബായാസിൻ്റെ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ നോക്കുക. നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലിൽ ഓൾ ഇന്ത്യൻ ഡെലിവറി അവൈലബിൾ ആണ്. എല്ലാ സൈസിലും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ പറയുന്ന കളറിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇന്ന് 10 മണിക്ക് വീഡിയോസ് വിടാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ചെറിയൊരു പ്രശ്നം കാരണത്താൽ എനിക്ക് വിടാൻ സാധിച്ചില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ കസ്റ്റമറും കൂടി ഒന്ന് അറിയണം. കാരണം നിങ്ങൾ മെസ്സേജ് ആക്കുമ്പോൾ എനിക്ക് റീപ്ലൈ തരാൻ കഴിയുന്നില്ല ഗൈസ്. ഞാൻ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നടക്കൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ചെറിയൊരു സർജറിക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രശ്നത്താലാണ് ഞാൻ റീപ്ലൈ കാര്യങ്ങളും ചിലവർക്ക് കൊടുക്കുന്നുണ്ട്, ചിലവർക്ക് കൊടുക്കുന്നില്ല ഗൈസ്. ഒരുപാട് മെസ്സേജസും ഒരുപാട് കോളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സപ്പോർട്ട് ഉണ്ടെന്നറിയാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഗിവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് എനിക്ക് ചെറിയൊരു സർജറിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വോയിസ് എല്ലാവരും കേൾക്കുക. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടിലാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓർഡർ ചെയ്തവരൊന്നും പേടിക്കൊന്നും വേണ്ട. നിങ്ങളെ സമയത്തിനാവുമ്പോൾ സാധനം അവിടെ എത്തും. ഞാൻ ഓർഡർ എടുക്കുന്നുണ്ടെന്നുള്ളൂ. അതിൻ്റേതായ സമയത്തിന് ആളുകൾ നിങ്ങൾക്ക് അയച്ചു തരും, പേടിക്കണ്ട കേട്ടോ. ഇനിയിപ്പം ഞാൻ ബുദ്ധിമുട്ടിലാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഓർഡർ തരാതെ ഇരിക്കൊന്നും വേണ്ട. നിങ്ങൾ ഏത് സമയത്ത് ഓർഡർ തന്നാലും ഞാൻ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. അതിൻ്റേതായ സമയത്ത് അത് ഡെലിവറി ചെയ്യും കേട്ടോ. ഞാൻ ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടിൽ പെടൂല. ഓർഡർ എടുക്കും, അതുപോലെ തന്നെ നിങ്ങളെ ഓർഡർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസിൽ വന്നത് ഞാൻ പറഞ്ഞപ്പോൾ 2-3 ഇന്നലെയും വിട്ടിട്ടില്ല, മിനിയാന്ന് വിട്ടിട്ടില്ല. കുറച്ച് ഫസ്റ്റ് അന്ന് വിട്ടതാണ്. ഇന്നലെ അല്ല, മിനിയാന്ന് വിട്ടതാണ്. മിനിയാന്നല്ല, അതിൻ്റെ പിറ്റേന്ന് വിട്ടതാണ് കേട്ടോ ഗൈസ് വീഡിയോസ്. അപ്പം ഇത് ചെയ്യാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് ഹോസ്പിറ്റൽ കേസായിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കും സുഖാവാനും. അതുപോലെ തന്നെ പെട്ടെന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കും വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ്. ഗിവവേ ഞാൻ ചെയ്യും കേട്ടോ. ഈ ബുദ്ധിമുട്ടൊന്നും തീർന്നാട്ടെ, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് തരാനുള്ളത് നിങ്ങളെ കയ്യിൽ തന്നെ എത്തും. അപ്പോൾ ഈ ബുദ്ധിമുട്ട് തീർന്ന് വന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റേതായ ഇതിൽ ആ വീഡിയോസ് ചെയ്യും കേട്ടോ ഇൻഷാ അല്ലാഹ്. പെരുന്നാളടുപ്പിച്ച് അല്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുക. കാരണം ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം വേണമെന്നുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാവരും എനിക്കും വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഓക്കെ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. ഓഫറും കാര്യങ്ങളൊക്കെ വിടുന്നുണ്ട്. കൂടുതൽ റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താ പറയുക, വോയിസ് വിടാനും അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കേ, പിന്നെ ചുരിദാറിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ വിടുന്നില്ല. നിങ്ങളെ കയ്യിൽ മോഡൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയച്ചെന്നാലൊക്കെ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റണതാണെന്നുണ്ടെങ്കിൽ ചെയ്യും. അതല്ല പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വിട്ടുന്നിട്ട് അതിന് റീപ്ലൈ കൊടുക്കാൻ പറ്റാത്തതാണ് എൻ്റെ വിഷമം. കാരണം ഞാൻ വാട്സപ്പിൽ വരും, അപ്പം നോക്കും. ചിലത് ഓർഡർ ആവും, ചിലത് ഓർഡർ ആവില്ല. കാരണം പിന്നീട് എനിക്ക് ആരാണോ മെസ്സേജ് അയച്ചത്, ആർക്കാണ് ഞാൻ റീപ്ലൈ കൊടുക്കേണ്ടത് എനിക്കറിയില്ല സാർ. കാരണം ഒരുപാട് മെസ്സേജസ് ഉണ്ട്. എൻ്റെ ഫോണ് ഹാങ് ആവാൻ സാധ്യത കൂടുതലാണ്. അത്രയും മെസ്സേജസ് ഉണ്ട് വന്ന് കിടക്കുന്നത്. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ നോക്കാതിരിക്കൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് സമയത്തും മെസ്സേജ് അയച്ച് ചോദിക്കാം. ഞാൻ ഓൺലൈൻ ഉണ്ടാവുന്ന സമയത്ത് എപ്പോഴായാലും റീപ്ലൈ തരും. അതല്ല എനിക്ക് ബുദ്ധിമുട്ട്, ഞാൻ റീപ്ലൈ തരാത്ത അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് തരാത്തത്. ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് നിങ്ങളെ മെസ്സേജസൊക്കെ നോക്കും കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഡയലി കാണാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നല്ല പാർട്ടി വെയർ കളക്ഷൻസാണ്. അത്യാവശ്യം റേറ്റും കാര്യങ്ങളും വരും കേട്ടോ. ഇതിനൊക്കെ അത്യാവശ്യം ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഇത് ഏത് കളറാണോ വേണ്ടത് ആ കളറിൽ നമ്മൾ ചെയ്ത് തരും കേട്ടോ. ഓപ്പൺ വേണമെന്നുള്ളവർക്ക് ഓപ്പൺ ആയിട്ടും, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ബട്ടൺസ് കൊടുത്തിട്ട് അതല്ല ബട്ടൺസ് കൊടുക്കാതെയും അത് ഇന്നർ കൊടുത്തിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അടിപൊളി കളക്ഷൻസാണ് കേട്ടോ. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള വർക്കാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്.
ഈ വീഡിയോ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അത്യാവശ്യം ഹാൻഡ് വർക്കും അതുപോലെ തന്നെ എംബ്രോയ്ഡറിയിൽ ചെയ്തിട്ടുള്ള അബായകളാണ്. ഇതൊക്കെ ഷിഫോൺ മെറ്റീരിയൽസിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള മോഡലാണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഷിഫോൺ മെറ്റീരിയൽ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള വീഡിയോസ്, ഇതിൻ്റെ മുന്നത്തെ ഫസ്റ്റ് നമ്മൾ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇൻഷാ അല്ലാ അപ്പം അങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നെറ്റ് കൊടുത്തിട്ടുള്ളൊരു അബായയാണ്. ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഓപ്പൺ ആയിട്ടും അതുപോലെ തന്നെ ക്ലോസ് ആക്കിയിട്ട് വേണമെന്നുള്ളവർക്ക് ക്ലോസ് ആക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനായിക്കോട്ടെ ഫാമിലീസിനായിക്കോട്ടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വൈകിയ സമയം 12 മണി ആവാനായി. 11:30 സമയത്താണ് ഞാൻ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, വീഡിയോസിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം ഞാൻ ലൈറ്റായത് കാരണത്താലാണ്. പിന്നെ അതല്ല യൂണിറ്റിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഞാൻ ഹോസ്പിറ്റൽ സമയത്ത് ഓരോ കസ്റ്റമേഴ്സും സാധനം അയച്ചിട്ടുണ്ടാന്ന് ചോദിച്ച് വിളിച്ചപ്പോൾ എനിക്ക് യൂണിറ്റിക്ക് വിളിച്ചിട്ടേ കിട്ടൂല, അത്രയും തിരക്കാണ് ആ സമയത്ത്. അപ്പോൾ ഞങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ മെസ്സേജ് അയച്ചോളി. ഞാൻ റീപ്ലൈ തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ മെസ്സേജ് അയക്കുക. ശ്രദ്ധിക്കണേ, ഞാൻ മെസ്സേജ് നോക്കിയിട്ടും പിന്നെ റീപ്ലൈ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എനിക്ക് മെസ്സേജ് അയക്കണം. ഓക്കെ, എന്നാലേ എൻ്റെ ശ്രദ്ധയിൽ പെടുള്ളൂ. അത് ഞങ്ങളോട് പ്രത്യേകിച്ച് പറയുകയാണ്. എൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ മെസ്സേജിന് റീപ്ലൈ തരാത്ത ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടാമത്തെ മെസ്സേജിന് ഞാൻ റീപ്ലൈ തരും. ഓക്കെ, ഇൻഷാ അല്ലാ. ഒരുപാട് ഹാൻഡ് വർക്കിലും എംബ്രോയ്ഡറിയിലും കളേഴ്സിലും ഒക്കെ കൊടുത്തിട്ടുള്ള മോഡൽസാണ്. നിങ്ങൾ പറയുന്നത് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ളത് നിത, സൂമ്, റിപ്സാറ്, കൊറിയൻ നിത, റോയൽ നിത, അതുപോലെ തന്നെ സീബൈ, സൂമ്, ജോർജറ്റ്, ഷിഫോണ്, പിന്നെ അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മളെ കയ്യിലുണ്ട്. നിങ്ങൾ പറയുന്ന മെറ്റീരിയൽസിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും മെസ്സേജ് ആക്കാൻ മറക്കരുത്. ഇതൊക്കെ നല്ല അടിപൊളി മോഡലാണ്. ഇത് സെപ്പറേറ്റ് അല്ല കേട്ടോ, അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ള മോഡലാണ്. സത്യം പറയാലോ, ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് വരെ കോള് വരികയാണ്. 11:30 കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. 11 രാത്രി 11:30 മണി കഴിഞ്ഞിട്ടുണ്ട്. കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഫോണ് സൈലൻറ്റിലിട്ടിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വിളിക്കരുത്, നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമ്മൾ ഡെയിലി മുടങ്ങാതെ ചെയ്യുന്നവരെ നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നറുക്കിടും. അല്ലാതെ നമ്മൾ ഫോണിലൊന്നും ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ അറിയില്ല. നറുക്കിട്ടിട്ട് എടുക്കും. എത്ര പേര് നമുക്ക് കമൻറ്റ് ഡെയിലി ഇട്ടിട്ടുണ്ട്, അതിൽ നമ്മൾ അത്രയും പേര് എഴുതിയിട്ട് മുടങ്ങാതെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായില്ല, അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ആളുകളെ പേര് എഴുതിയിട്ട് മുടങ്ങാതെ ചെയ്യുന്നവരെ പേര് എഴുതിയിട്ട് അതിൽ ഒരാളെ നമ്മൾ നറുക്കിട്ടിട്ട് എടുക്കും ഇൻഷാ അല്ലാ. പിന്നെ ഇൻഷാ അല്ലാ കൂടുന്തോറും നമുക്ക് ഗിവ് അവേയും കൂടും ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ അയച്ചു തരിക. അതുപോലെ തന്നെ കറക്റ്റ് അഡ്രസ്സ് തരിക കേട്ടോ. കറക്റ്റ് അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പർ ഒറ്റ തവണ വിളിക്കുള്ളൂ. കൊറിയർ ഓഫീസിൽ നിന്ന് ഒറ്റ തവണ വിളിക്കുള്ളൂ. കൊറിയറാണ് അയക്കുക. കുറേ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇതാണ്. DTDC അയച്ച് നമ്മൾ വീട്ടിലെത്തും, നമ്മൾ പോയിട്ട് കളക്ട് ചെയ്യേണ്ടതെന്ന്. കാരണം നിങ്ങളടുത്ത് ഏതാണോ കൊറിയർ ഓഫീസ് വരുന്നത് അതിൽ നിങ്ങൾക്ക് ചെയ്യാം. DTDC ആണെന്നുണ്ടെങ്കിൽ DTDC ചെയ്യുക. അതല്ല പോസ്റ്റ് മതി എന്നുണ്ടാണെങ്കിൽ പോസ്റ്റ് ചെയ്യുക. DTDC ആകുമ്പോൾ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് കിട്ടും. നമ്മൾ ഇന്ന് അയച്ചാൽ ചിലപ്പോൾ ചിലവർക്ക് നാളെ തന്നെ കിട്ടും, അതെല്ലാം മറ്റന്നാളെ തന്നെ കിട്ടും, ലൈറ്റ് ആവില്ല. ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ. കുറേ ആളുകൾ ചോദിക്കേണ്ടതാണ്. അത്രത്തോളം മെസ്സേജസ് വന്ന് എടുക്കുമ്പോൾ നമുക്ക് ചോദ്യം വരുന്നതാണ് എന്ത്
ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാൻ പറ്റും. എല്ലാ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യാൻ പറയുമ്പോഴാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ഓരോ വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ഫോൺ പേ ഗൂഗിൾ പേ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വോയിസ് ആരും അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണില്ല എന്നാണ് എൻ്റെ തോന്നൽ. എൻ്റെ ഒരു വോയിസ് നിങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ പറയുന്ന വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നിന്ന് ഒരു താത്ത 7 അബായസിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട്. എത്രത്തോളം സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഇൻഷാ അല്ലാഹ് ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണേ. കാരണം നിങ്ങളെ ഫാമിലിയിൽ നിങ്ങൾ പിന്നെയും നിങ്ങളെ ഫാമിലീസിനുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോൾ അത് എൻ്റെ ഒരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ സന്തോഷത്തിന് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരണ്ടേ, അതാണ് ഞാൻ പറയണത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഓഫർ നിർത്തിയിട്ടില്ല കേട്ടോ. കാരണം അത്രയും കസ്റ്റമേഴ്സ് എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക ഓഫറിലുള്ള അബായം കഴിഞ്ഞു വെച്ചിട്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ ചെയ്യാം. അപ്പോൾ വീഡിയോ കഴിഞ്ഞു കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ.